കൂരി മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് കുടംപുളിയുമായിട്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. അതിലോട്ട് നമ്മൾ വറ്റൽമുളകും ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എനിക്ക് മെയിനാണ് കേട്ടോ. എന്ത് ഉണ്ടെങ്കിലും മല്ലിപ്പൊടി കൂടുതലിടും. മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു സ്മെല്ലൊക്കെ വരുന്നത് വരെ അങ്ങോട്ട് വഴറ്റുക. പിന്നെ കൂര് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അലക്കല്ലിലിട്ടാണ് ഞാൻ ഉരച്ച് അഴുക്കൊക്കെ കളഞ്ഞത് കേട്ടോ. ഒരുപാട് നല്ല പണിയാണിത്. അത് എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്താൽ നമ്മളെ യഥാർത്ഥ രൂപം നമ്മൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് അത് മീനിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറി പോലെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഒരു മീഡിയം ലെവലിൽ മീൻ നന്നായിട്ട് വേവുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി വെക്കുക. അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. ഉപ്പിടാൻ ഞാൻ മറന്നു കേട്ടോ. ലാസ്റ്റാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത്. എന്തായാലും അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം എന്താ സ്വാദിഷ്ടമായ കൂരി മുളക് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയൊക്കെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം പലഹാരത്തിൻ്റെയൊക്കെ കൂടെ തിന്നാനാണ് രുചി. കാരണം ചാറ് പോലെ ഇല്ലല്ലോ. ചോറിൻ്റെ കൂടെ തിന്നുന്നതിനെക്കാട്ടി ടേസ്റ്റ് പലഹാരത്തിൻ്റെ കൂടെ തിന്നാനാണ്. പൊള്ളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.